ഹലോ ഹായ് ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാവ കേക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിപ്പിയാണ്. ഡിഫറെൻറ്റ് ചില പേര് ഈ റെസിപ്പി ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ മെത്തേഡിലുള്ള ഒരു റെസിപ്പി ഒന്ന് കാണിക്കാം. ഒരു മുട്ട 2 യോക്ക് എന്നുള്ള ആ ഒരു ഇതിലാണ്, ചെറിയ ക്വാണ്ടിറ്റിയാണ്. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ അതിലേക്ക് എടുക്കുന്നത് എല്ലാം അളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ 50 ഗ്രാം ബ്രൗൺ ഷുഗറാണ്. ഇതാ 50 ഗ്രാം ബ്രൗൺ ഷുഗർ. അതിലേക്ക് ഒരു ഫുൾ മുട്ടയും പിന്നെ ഒരു എഗ് യോക്ക് മാത്രം എടുത്തത് കേട്ടോ. അത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അത് സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ഫോമിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പിന്നെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം. ഞാൻ ഡബിൾ ബോയിലൊന്നുമല്ല, ഡയറക്റ്റ് തന്നെ മെൽറ്റ് ചെയ്യലാണ്. ഞാൻ ഉപയോഗിക്കുന്ന കാലിബോട്ടാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് തന്നെ മെൽറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടറോട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓവർ കുക്കാൻ പാടില്ല, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ ഇതാ സാധനം ഓൾമോസ്റ്റ് ഇതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അത് പറയാൻ പറ്റും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ നിർബന്ധം യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാലിബോട്ടിൻ്റെ ആണ്. അത് നിങ്ങൾ ഏതാണ് ഉള്ളത് നിങ്ങളടുത്തുള്ളത് അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ 50 ഗ്രാമാണ് ചോക്ലേറ്റ് എടുത്തത്. അതേപോലെ തന്നെ 50 ഗ്രാം ബട്ടർ. ഷുഗർ 50 ഗ്രാമാണ്. ചോക്ലേറ്റ് 80 ഗ്രാമാണ്. ചോക്ലേറ്റ് 80, 50 ഗ്രാം ബട്ടർ, 50 ഗ്രാം ഷുഗർ, പിന്നെ ആ മുട്ട 1.5. കണ്ടില്ലേ, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇവിടെ പിന്നെ 30 ഗ്രാമോളം മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ 30 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ലോലി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മിക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പിന്നെ നമുക്കൊന്ന് നമ്മുടെ ട്രേയിലേക്ക് ഇടാം. ഞാൻ ചെറിയ ട്രേ ആണ് കേട്ടോ ഇതിനു വേണ്ടി എടുത്തത്. ട്രേയുടെ റെഡിയാണ്. ഇതിൽ ബട്ടറും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തന്നെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബൗളിലേക്ക് നേരെ ഇതാ. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഭയങ്കര കുറവാണ് കേട്ടോ. ഒരു 15 മിനിറ്റേ നമുക്ക് വേണ്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫുൾ കുക്കാവരുതല്ലോ, ലാവ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് ഞാൻ ഇത് ചോക്ലേറ്റ് ചിപ്പ് ഇടുന്നുണ്ടേ. അത് ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോട്ടെ എന്നുള്ള ആൾക്കാണ് ഞാൻ ഉള്ളിലേക്ക് ആക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് നമ്മളെ ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ തന്നെ. ഇനി നമുക്കത് ഓവനിലേക്ക് ഇടാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കൊന്ന് ഇടാം. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ച 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ. അത് പല ഓവനിലും പല പെർഫോമൻസ് ആയിരിക്കും. നമ്മുടെ OTG ആണ്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഇവിടെ തട്ടാം. എന്നിട്ട് വനില ഐസ്ക്രീമും കൂട്ടിയിട്ട് കഴിക്കാം. ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല, എന്നാലും തട്ടലും ഉടനെ ചൂടോടെ കഴിക്കണം ആ സാധനം, ലാവ. അപ്പോൾ വാ ക്രസ്റ്റ് പക്ക എടുക്കുന്നുണ്ടേ. ഞാൻ ഇതിന് നേരെ കമത്താണ് കേട്ടോ, പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു മിനിറ്റ്, നല്ല ചൂടുണ്ടാവും. പെർഫെക്റ്റ്. ഒരു ഷെഫിൻ്റെ സന്തോഷം, ഹാപ്പി. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഐസ്ക്രീം ഇട്ടിട്ട് നമുക്കൊന്ന് കഴിക്കാം. ഓക്കെ, വാ. ഞാൻ ഷൂട്ട് ചെയ്യാം. നല്ല അടിപൊളി സക്സസ് ആയതുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ടിട്ട് ഒന്ന് കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. ഇതാ സൈഡിലിടാം അല്ലേ, മുകളിലിടണ്ട. ഒന്ന് സൈഡിൽ നമുക്കിത് പൊട്ടിക്കുമ്പോൾ കാണാമല്ലേ. അല്ല, ഇവിടെ തന്നെ കേട്ടോ ഒന്ന്. യെസ്, അത് പൊട്ടി വരുന്നത്. ഇനി ഒരു ഫോട്ടോ എടുക്കട്ടെ.
അപ്പോൾ ഇതാ 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 ഓ ലാവയാണെന്നുണ്ട് വായിന്ന്. എന്താ ഇതിന് പുറത്തെ ടെക്സ്ചർ ഓ ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ. ഇങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നില്ല, അത്രയും കിടിലോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോ. ചിലവർ ഓവനിൽ ചിലപ്പോൾ 20 മിനിറ്റ്സ് ആയിരിക്കും. ഒന്ന് ഓവൻ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. വിത്ത് ഐസ്ക്രീം അടിപൊളി, വിത്തൗട്ട് ആയാലും നല്ലത്, രണ്ടായാലും നല്ല. എന്തായാലും മസ്റ്റ് ട്രൈ കേട്ടോ. എന്തായാലും ചോക്ലേറ്റ് ഫാൻസ് ആണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ മിസ്സാക്കണ്ട. അതല്ല നിങ്ങൾ വേറെ ആരെങ്കിലും ചോക്ലേറ്റ് ഫാൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കിടില അപ്രിസിയേഷനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അടിപൊളി. ഞാൻ തന്നെ എത്ര തിന്നു നോക്കിയാൽ. അപ്പോൾ എന്തായാലും കാണാം. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടാറ്റാ ബൈ.